തമിഴ്നാട്ടിൽ പോയതിൻ്റെ ഭാഗമായിട്ട് കൂടി ആകാം. തമിഴ്നാട് പ്രോഗ്രാമുണ്ട്, അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ്. അതോടൊപ്പം കേരളത്തിലും ഒന്ന് പോകാം എന്ന് വിചാരിച്ചു. അല്ലെങ്കിലും കേരളത്തിൽ വരാമെന്ന് ഏറ്റിരുന്നല്ലോ. അങ്ങനെ വന്നു മോദി ആശാനാഥിൻ്റെയും കരമന ജയനും മോദിയെ, കരമന ജയൻ എന്ന് പറഞ്ഞാൽ ജില്ലയുടെ സിറ്റി പ്രസിഡൻ്റായിട്ടുള്ള കരമന ജയനും ഡെപ്യൂട്ടി മേയർ ആശാനാഥും നരേന്ദ്രമോദിയെ കാൽ തൊട്ട് വന്ദിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് അവരെ പിടിച്ചുയർത്തുകയും ആശാനാഥിൻ്റെ കാൽ തൊട്ട് വന്ദിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കുനിയുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ പല ചാനലുകൾക്കും ഡിജിറ്റൽ മീഡിയകൾക്കൊക്കെ വലിയ അത്ഭുതമാണ്. ആശ കരഞ്ഞു, ഞെട്ടി, അങ്ങനെ ഒരുപാട് വാർത്തകൾ. പക്ഷെ ഞാൻ ഇതിനെ കാണുന്നത്, ഞാൻ ആദ്യം പറയട്ടെ, ഞാൻ മോദി ഭക്തനല്ല. അങ്ങനെ ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഇന്ത്യയും കൂടി പ്രധാനമന്ത്രിയാണ്. സ്വാഭാവികമായിട്ട് അത് റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനപ്പുറമുള്ള ഭക്തി ഒന്നുമില്ല. വ്യക്തികളോട് അങ്ങനെ ഭക്തി ഇല്ലല്ലോ. BJPയുടെ പാർട്ടി മെമ്പർഷിപ്പുള്ള ഒരാളുമല്ല ഞാൻ. പക്ഷെ മോദിയെ സസൂക്ഷ്മം ഞാൻ നിരീക്ഷിക്കാറുണ്ട്. മോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു പക്ഷേ നൂറ്റാണ്ടുകൾക്കിപ്പുറം വന്നിട്ടുള്ള ഒരു മഹത് ജീവനാണത്. നമ്മൾ ജീവനുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, എത്രയോ നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്നൊരു പ്രശ്നമാണ് ബാബറി മസ്ജിദ്. ബാബർ രാമക്ഷേത്രം ഇരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ രാമൻ്റെ ജന്മസ്ഥലത്ത്, അവിടെ ഉണ്ടായിരുന്ന ചെറിയ അമ്പലം പൊളിച്ചിട്ട് ബാബറി മസ്ജിദ് പണിതു എന്നുള്ള ഒരു വിവാദത്തിൻ്റെ പുറത്ത് എന്തെല്ലാം ബഹളം നടന്നു. 92-ലാന്ന് തോന്നുന്നു ബാബറി മസ്ജിദ് പൊളിക്കുന്ന എൽക്കാദ്യാനുടെ നേതൃത്വത്തിൽ നടന്ന ഒരുപാട് പരിപാടികൾ നടന്നു അവിടെ. പക്ഷേ അതിൻ്റെ രാംലല്ല അല്ലെങ്കിൽ രാമക്ഷേത്രത്തിൽ പൂജ നടത്താൻ അവസരം കിട്ടിയത് നരേന്ദ്രമോദിക്കാണ്. വാരണസിയിൽ അവസരം കിട്ടിയത്, സോമനാഥ ക്ഷേത്രത്തിൽ അവസരം കിട്ടിയത് നരേന്ദ്രമോദിക്കാണ്. കുംഭമേളയ്ക്ക് അവസരം കിട്ടിയത് നരേന്ദ്രമോദിക്കാണ്. എന്തേ ഇതെല്ലാം അങ്ങനെ വരുന്നത്? യാദൃശ്യമായി വരുന്നതാണോ? മോദി പ്രസൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളൊരു പ്രശ്നം അദ്ദേഹം പ്രധാനമന്ത്രിയായി അതിനൊരു ദിവസം വന്ന് പൂജ കൊണ്ടുവരുന്നതാണോ? അവിടെ നമ്മൾ വളരെ കൃത്യമായി മോദിയെ പഠിക്കേണ്ടതുണ്ട്. നരേന്ദ്ര ദാമോദർ മോദി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ സനാതനധർമ്മം നന്നായി ഉൾക്കൊണ്ടിട്ടുള്ള ആളാണ്. ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെ മറ്റൊരാളിനെ നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, എൻ്റെ അമ്മ എപ്പോഴും പറയുന്നൊരു വാദമുണ്ട്, നമ്മുടെ ശത്രുവാണെങ്കിലും വീട്ടിൽ വന്നാൽ അല്ലെങ്കിൽ മുന്നിൽ വന്നാൽ നമ്മൾ തിരിഞ്ഞു നിൽക്കരുത്, ചിരിക്കണം, അവരെ സഹായിക്കണം, കഴിയുമെങ്കിൽ ചായയും വെള്ളവും എല്ലാം കൊടുത്ത് അവർ ക്ഷേമം ചോദിക്കണം, എന്തെങ്കിലും സഹായത്തിനാണ് വന്നെങ്കിൽ അവരെ സഹായിക്കണം. കാര്യം കൺമുന്നിൽ വന്നാൽ ശത്രുവാണെങ്കിലും, അല്ലെങ്കിൽ ശത്രുവായിട്ട് ഇതിനൊപ്പം നിൽക്കും. ഇതൊരു സംസ്കാരമാണ്. അതിഥി ദേവോ ഭവ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ഗുരുദേവോ ഭവ എന്ന് പറയുന്ന വലിയൊരു സംസ്കൃതിയാണ്. സംഘപരിവാറിൽ നിന്നാണ് മോദി വരുന്നത്. എന്നാൽ പിന്നെ ഈ സംഘപരിവാറുകാരെല്ലാം മറ്റുള്ളവരെ കണ്ടാൽ തൊഴുന്നുണ്ടോ? ഇതുപോലെ കാല് തൊട്ട് വന്ദിക്കുന്നുണ്ടോ? അപ്പോൾ സംഘപരിവാറിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ക്വാളിറ്റി കിട്ടിക്കൊള്ളണമെന്ന് ഇല്ല. സന്യാസിമാരുണ്ടല്ലോ, ഇതിനേക്കാളൊക്കെ വലിയ തോരുന്നൽ മാറിയ സ്വാമിമാരുണ്ടല്ലോ. അവരാരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? എന്തുകൊണ്ട് നരേന്ദ്രമോദി ഇങ്ങനെ ചെയ്യുന്നു? അത് യോഗ ചെയ്തത് കൊണ്ടാണോ? എങ്കിൽ പിന്നെ യോഗ എത്രയോ പേര് ചെയ്യുന്നു. അവിടെയാണ് മോദിയെ വ്യത്യസ്തനാക്കുന്നത്. മറ്റൊരാളിനെ കാണുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യാനും, അത് സ്ത്രീകളാണെങ്കിൽ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കൾച്ചർ ഭാരതത്തിലുണ്ട്. അത് സമ്പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തിത്വമാണ് നരേന്ദ്ര ദാമോദർ മോദി. മറ്റൊരാളിനെ നമുക്കങ്ങനെ കാണാനില്ല. അദ്ദേഹം വിവാഹം കഴിച്ചു, പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ പോലെ വിവാഹ ജീവിതം, ലൗകിക ജീവിതവും തൻ്റെ സാമൂഹിക ജീവിതവും ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഭാര്യ ഉപേക്ഷിക്കുന്നു. തൻ്റെ അമ്മ, ഏത് പ്രധാനമന്ത്രിയാണ് സ്വന്തം അമ്മയെ വീട്ടിൽ കൊണ്ട് നിർത്താത്തത്? ഇതിന് അപവാദമായിട്ടുള്ളത് കാമരാജ് മാത്രമാണ്. കാമരാജും നെഹ്റുവും കൂടി മദ്രാസിലൊരു പരിപാടിക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ നെഹ്റു പറയുന്നു കാമരാജിൻ്റെ വീട്ടിൽ കൂടി കയറിട്ട് പോകാം. അപ്പോൾ പറഞ്ഞു ശരി, വണ്ടി തിരിക്കാൻ പറയുന്നു. അങ്ങനെ നെഹ്റുവും കാമരാജും കൂടെ ഒരു വാഹനത്തിൽ
അന്ന് കാമരാജ് മുടിചൂടാ മന്നനാണ്. ഒരു വഴിക്കൂടി പോകുമ്പോൾ വയലിൻ്റെ നടുക്കെത്തുമ്പോൾ വണ്ടി നിർത്താൻ പറയുന്നു. പെട്ടെന്ന് വണ്ടി നിൽക്കുന്നു. പൈലറ്റ് വാഹനം, എസ്കോട്ട് വാഹനം എല്ലാം നിൽക്കുന്നു. അപ്പോൾ നെഹ്റുവിന് അത്ഭുതമായി, ഇതെവിടെയാണ് അമ്മ? ഇപ്പോൾ വീടില്ലല്ലോ, വയലല്ലേ മൊത്തം. അവിടെ നിന്നിട്ട് ഗ്ലാസ് താഴ്ത്തി അമ്മ അമ്മ എന്ന് ഒച്ചത്തിൽ വിളിക്കുമ്പോൾ ചേറിൽ പൊതിഞ്ഞ് നിൽക്കുന്ന അല്പവസ്ത്രധാരിയായ ഒരു സ്ത്രീ, നല്ല പ്രായമുള്ള സ്ത്രീ വരുന്നതുണ്ട്. അവർ വന്ന് കൈകൂപ്പുമ്പോൾ ഇതാണ് നെഹ്റു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഒന്നുകൂടി അവർ കൈകൂപ്പും. ഇതാണ് എൻ്റെ അമ്മ എന്ന് കാമരാജ് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് മറ്റൊരു തരമാണ്. പക്ഷേ ഇവിടെ സ്വന്തം അമ്മയെപ്പോലും ഗ്രാമത്തിൽ തന്നെ താമസിപ്പിക്കുകയും സ്വന്തം സഹോദരങ്ങളൊക്കെ വേറെ രീതിയിലേക്ക് പോകും. ഒരു സമ്പത്തും ഉണ്ടാക്കാതെ 10-18 മണിക്കൂർ നേരം രാഷ്ട്രത്തിന് വേണ്ടി. ശരി തെറ്റുകൾ ഒരുപാടുണ്ട് അതിനകത്ത്. രാഷ്ട്രീയത്തിൻ്റെ ആശയങ്ങൾ, ആദർശങ്ങളിലൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കോർപ്പറേറ്റ് രാഷ്ട്രീയമാണോ, മുതലാളിത്ത രാഷ്ട്രീയമാണോ, സ്വകാര്യ മേഖലയെ സഹായിക്കുന്നുണ്ടോ, അദാനിയെ സഹായിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതെല്ലാം രാഷ്ട്രീയമായി ചർച്ച ചെയ്യാം. അതിനെല്ലാവർക്കും അവകാശമുണ്ട്. രാഷ്ട്രീയമായി നരേന്ദ്രമോദിയുടെയും BJPയുടെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയത്തെ നമുക്ക് ചർച്ചയ്ക്ക് വെക്കണം. പക്ഷേ നരേന്ദ്രമോദി ഇത്രയും വിനയാന്വിതനായി മറ്റുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ അതൊരു കേവലമൊരു PR വർക്കല്ല. ചിരിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ സ്നേഹമുണ്ടെന്ന് അറിയിക്കുന്നതിന് വേണ്ടി മുഴുവൻ സമയവും മുഴുവൻ കാലവും വലിയ കാക്കശിക്കാനെ നിൽക്കുകയും ഒരു ദിവസം ലവ് എന്നെഴുതിയ ഒരു കപ്പിൽ ചായ കുടിച്ചതുകൊണ്ടും തീരുന്നതല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ഈയിടയ്ക്ക് ഒരു കപ്പിൽ ചായ കുടിക്കുന്നു. പിണറായിയുടെ ഫോട്ടോ അല്ല വലുതായിട്ട് വരുന്നത്, പത്രക്കാരെടുത്ത് കൊടുക്കുന്നതും ചാനലുകളും. ആ കപ്പാണ്. ആ കപ്പിൽ ലവ് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 വാരികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ, പ്രേമത്തിൻ്റെ നിത്യഹരിത നായകനായി പിണറായി വന്നിരിക്കുന്നു എന്നൊക്കെ വലിയ ട്രോൾ വന്നു. അതൊക്കെ ഒരു PR വർക്കാണ്. ഇവിടെ വളരെ കൃത്യമായി നരേന്ദ്രമോദി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു ജീവൻ എന്നുള്ള നിലയിൽ ജീവിച്ചിരിക്കുന്ന അത്ഭുതമാണ്. ഒരുപക്ഷെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ സന്യാസിയായി പോകുമായിരുന്നു, ഒരു പരിത്യാഗിയായി, അവധൂതനായി പോകുമായിരുന്നു. ഇനിയും ആ മേഖലയിലേക്ക് പോകുമോ എന്നറിയില്ല. കാരണം അവസാന കാലഘട്ടമാണല്ലോ, ഗൃഹസ്ഥാശ്രമവും കഴിഞ്ഞിട്ടാണല്ലോ സന്യാസം വരുന്നത്. അങ്ങോട്ട് പോകുമോ നമുക്കറിയില്ല. എന്തായാലും ഒരത്ഭുതവുമില്ല നാദി അങ്ങനെ ചെയ്തതിൽ. ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇന്ത്യൻ സനാതന ധർമ്മവും ഇന്ത്യയിലെ ഭാരതത്തിൻ്റെ ഋഷീശ്വരന്മാർ മുതൽ നാളിതുവരെയുള്ളവരുടെ കാഴ്ചപ്പാടും ആചാര്യന്മാർ പകർന്നു കൊടുത്തിട്ടുള്ള ആ ഒരു നന്മയും വലിയ തോതിൽ ഒരു മനസ്സിൽ കൊണ്ടു നടക്കുന്ന, ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശം ശരീരത്തിലേക്ക് കടന്നാൽ അത് ഒരു തടസ്സവും കൂടാതെ അപ്പുറത്തേക്ക് പോകണം എന്നാണ് പറയുന്നത്. ഒരു വശത്ത് കടന്നാൽ മറുവശത്തേക്ക് പോകണം. അത്രയ്ക്ക് നിർമ്മലമായ, നൈർമല്യമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. ഇതിന് അപവാദമായി നിൽക്കുന്നത് ഗുജറാത്ത് കലാപമാണ്. അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ, അതൊരു കറുത്ത പാടായി നിൽക്കുമ്പോൾ തന്നെ നരേന്ദ്ര മോദിയിൽ നിന്ന വ്യക്തി വീണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതല്ല. അത് ഭാരതപുത്രനാണ്. ഭാരതത്തിൻ്റെ നേർസാക്ഷിയായി അദ്ദേഹം കാണുന്നതാണ്.